റെയ്ഡിന് പിന്നാലെ വീണയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച് ഇ.ഡി. 1,50,000 രൂപ മാത്രമുള്ള HDFC ബാങ്കിന്റെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. റെയ്ഡിനിടെ വീണയുടെ ബാങ്ക് സ്ഥിര നിക്ഷേപത്തിന്റെ രേഖകൾ ഇ.ഡി. പിടിച്ചെടുത്തിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവരുടെ വീടുകളിലടക്കം മണിക്കൂറുകൾ നീണ്ട റെയ്ഡായിരുന്നു ഇ.ഡി. നടത്തിയത്. ഇന്ന് തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വീട്ടിൽ ഇ.ഡി. പരിശോധന നടത്തുമ്പോൾ വീണയും അവിടെ ഉണ്ടായിരുന്നു. വീണയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഇവിടെ നിന്നും പിടിച്ചെടുത്ത വീണയുടെ നിക്ഷേപത്തിന്റെയും ബാങ്ക് സ്ഥിര നിക്ഷേപത്തിന്റെയും രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഇ.ഡിയുടെ നടപടി. മാവേലിക്കര കറ്റാനത്ത് വൻ തീപിടുത്തം, 4 കടകൾ പൂർണ്ണമായി കത്തി. വലിയ വീട്ടിൽ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലാണ് തീപിടുത്തമുണ്ടായത്. 4 കടകൾ പൂർണ്ണമായി കത്തിയമർന്നു. 1.5 മണിക്കൂറായി തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തടുത്ത കടകളിലേക്ക് തീ പടരുന്നതിനാൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. 5 യൂണിറ്റ് ഫയർഫോഴ്സ് തീയണയ്ക്കാനുള്ള ശ്രമം നടത്തുമ്പോഴും തീ ആളിപ്പടരുന്ന കാഴ്ചയാണ്. വലിയ വീട്ടിൽ ഫാൻസി ഷോപ്പിലാണ് ആദ്യം തീ പടർന്നത്. തുടർന്ന് മെട്രോ എന്ന കടയിലും ഒരു ജിംനേഷ്യത്തിലും തീ പടർന്നു. 3 സ്ഥാപനങ്ങളും പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. അഞ്ച് വർഷത്തിന് ശേഷം സുപ്രീം കോടതിയിൽ വനിതാ ജഡ്ജി നിയമനം. മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകയായ ബി. മോഹനയെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തു. ബി. മോഹനയ്ക്ക് പുറമെ വിവിധ ഹൈക്കോടതികളിൽ നിന്നുള്ള 3 ചീഫ് ജസ്റ്റിസുമാരെയും ഉൾപ്പെടുത്തി ആകെ 4 പേരുടെ പട്ടികയാണ് കൊളീജിയം സമർപ്പിച്ചിരിക്കുന്നത്. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശീൽ നാഗു, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രശേഖർ, ജമ്മു കാശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അരുൺ പാലി എന്നിവരെയും ജഡ്ജിമാരാക്കാൻ ശുപാർശ നൽകി. നിലവിൽ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് ബി. നാഗരത്ന മാത്രമേ വനിതാ ജഡ്ജിയായുള്ളൂ. 2021 ഓഗസ്റ്റിന് ശേഷം സുപ്രീം കോടതിയിലേക്ക് ഒരു വനിതയെയും നിയമിച്ചിട്ടില്ല. ഇ.ഡി. വാഹനം ആക്രമിച്ച കേസ്, വധശ്രമത്തിന് കേസെടുത്ത് പോലീസ്. കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെയാണ് കേസ്. മാരകായുധങ്ങളുമായി ആക്രമിച്ചെന്നാണ് ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ സനത് റെഡ്ഡിയുടെ മൊഴി. കൊല്ലട എന്ന് ആക്രോശിച്ചായിരുന്നു ആക്രമണമെന്ന് മൊഴിയിൽ പറയുന്നു. ഇ.ഡി. ഉദ്യോഗസ്ഥനായ ഡിക്സൺ ഡേവിഡിനും ഡ്രൈവറായ ശ്യാമിനും പരിക്കേറ്റെന്നും മൊഴിയുണ്ട്. കേസിൽ ഡിവൈഎഫ്ഐ നേതാക്കളടക്കം 5 പേർ പിടിയിലായി. 15 പേരെ തിരിച്ചറിഞ്ഞതായും മ്യൂസിയം പോലീസ് അറിയിച്ചു. ബക്രീദ് ആശംസകളുമായി മുഖ്യമന്ത്രി. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപെരുന്നാളെന്ന് മുഖ്യമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ബലിപെരുന്നാൾ നൽകുന്ന സന്ദേശങ്ങളുടെ മൂല്യം ദൈനംദിന ജീവിതത്തിലും പ്രസരിപ്പിക്കാനാകണം. ആഘോഷങ്ങൾ നൽകുന്ന ആത്മീയ വെളിച്ചം സമൂഹത്തെ ഒന്നാകെ മാനവികതയിലേക്ക് നയിക്കട്ടെ. പ്രതിസന്ധികളിൽ ഒന്നും തളരാതെ ജീവിതയാത്രയിൽ കരുത്ത് നൽകുന്നതാകണം നമ്മുടെ ആഘോഷങ്ങളെല്ലാമെന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു.